ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഉണ്ട് എൻ്റെ ഇവിടെ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്, ഫസ്റ്റ് വീഡിയോ. ഇതുവരെ യൂട്യൂബിലൊരു പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. തുടങ്ങിയിട്ട് തന്നെ 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്ന് ഞങ്ങൾ പെരുമാതുര ഇവിടെ പാർക്കിൽ വന്നിരിക്കുകയാണ്. ഒരുത്തനാണെങ്കിൽ ഇവിടെ സൈക്കിൾ ചവിട്ടിയിട്ട് എല്ലാവർക്കും പണി അടിച്ച് തരാനിരിക്കുകയാണ്. കുറേ നേരം കൊണ്ട് ഞങ്ങളായിട്ട് കരയിപ്പിക്കുന്നു. അങ്ങോട്ട് പോകുന്നുണ്ടോ? പോയി. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിലെ രണ്ടാമത്തെ ഇൻട്രോ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. പക്ഷേ ഇൻട്രോ കൊളമായെന്നേ ഉള്ളൂ. ഇവിടെ ഒരുത്തങ്ങളൊന്ന് കൊഞ്ഞണം കാണിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ സൈക്കിൾ. നമ്മൾ അലച്ചലച്ചിട്ട് നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത് കടപ്പുറത്ത് ആരുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് വന്നിട്ട് ഒരുത്തിയാണെങ്കിൽ അവൻ്റെ സൈക്കിൾ എടുക്കാൻ വേണ്ടി വന്ന ബാഗൊക്കെ ഒരു എൻ്റെ കയ്യിൽ സൈക്കിളിനെ തൊട്ടതും കുഞ്ഞു തിരിഞ്ഞു വന്ന് സൈക്കിളും തടഞ്ഞു. വെയിൽ കാരണം സൂര്യൻ്റെ ഉമ്മ കിട്ടി അവസാനം മുഖം മൊത്തം കറുത്ത് കരിവാളിച്ചിരുന്നപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചാൻ തീരുമാനിച്ചെങ്കിലും പിന്നെ ഇവിടെ വന്നിരിക്കേണ്ടി വന്നു. വീണ്ടും റൈഡർ ഗണ്ണാപ്പി കുറേ നേരം കൊണ്ട് ഇവിടെ സൈക്കിളെ വിട്ടിട്ട് ഞങ്ങൾ വെറുതെ ചോദിച്ചു ഒരു റൗണ്ട് ഒന്ന് ചവിട്ടാൻ തരുമെന്ന് വെച്ചു. അതിൻ്റെ മുടയും കാണിച്ചുകൊണ്ട് അവൻ എങ്ങോട്ടൊക്കെ പോയി. അവൻ്റെ അടുത്ത് സൈക്കിൾ ചോദിച്ച് തുറന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പട്ടിശ കാണിക്കാൻ വിചാരിച്ചു. അവൻ്റെ സൈക്കിളുണ്ടെങ്കിൽ ഞങ്ങളെ ഫോണുണ്ട്. അവൻ വരുന്നുണ്ട്. ഇനി ഇപ്പം അവനെ കണ്ടു കഴിയുമ്പോൾ അവിടെ പോയി സൈക്കിളെ വയ്ക്കും, ചമ്മ വരെയും ചെയ്യും. ഞാനീ കിടന്ന് പ്രസംഗിക്കുക എന്നാന്ന് ആരും ചോദിക്കരുത്. അവൻ്റെ അടുത്ത് സൈക്കിളല്ലേ ചോദിച്ചുള്ളൂ, കിഡ്നി ഒന്നും അല്ലല്ലോ ചോദിച്ചതെന്നാണ് ചോദിച്ചത്. ഞങ്ങളെന്ന് വന്നപ്പോൾ പരിസരത്ത് ആരുമില്ല. ഞങ്ങൾ വരാത്ത ദിവസം എല്ലാവരും പോകണം. അപ്പം നമ്മൾ 5:30 പോവേ ഗൈസ്. ഇവിടെ നിൽക്കൂല. പറയട്ടെ ഇന്ന് സാധാരണ 4:30 വരുമ്പം സാധാരണ 4:30 വരുമ്പോൾ ഇവിടെ നല്ല ആൾക്കാരാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ സാധാരണ 4:30 വന്നിട്ട് നമ്മളൊക്കെ അപ്പം തന്നെ പോകും. ഇന്ന് വെറുതെ ഒന്ന് ഇരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ആരുമില്ല. ഇനി ഞങ്ങൾ യക്ഷികളുടെ ചിരി കേട്ടിട്ട് ആരെങ്കിലും പോയതാണോ തോന്നുന്നു. ഞങ്ങളെ കൊഞ്ഞണം കുത്താളെ കണ്ടന്റ് കിട്ടിയിട്ടുണ്ടാവും. അവിടെ വന്നത് ഞങ്ങളെ കൊഞ്ഞണം കുത്തുന്നുണ്ട്. ഒരു പീസ് ഔട്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവ ഓടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലെ എൻ്റെ ബാഗ് എടുത്ത് തുറന്നു നോക്കിയിട്ട് എൻ്റെ ബാഗിലുള്ള എല്ലാ സാധനവും എടുത്ത് മുടിയിലും തലയിലും അവിടെയൊക്കെ വെച്ച് കുറച്ചൊരു അവളുടെ പട്ടിഷമാണ് ഇരിക്കുന്നത്. പിന്നെ ഒരുത്തി അവൻ്റെ അടുത്ത് സൈക്കിളിൻ്റെ അടുത്ത് കെഞ്ചി തോറ്റ് തുന്നമ്പാടി വന്നു. അവനാണെങ്കിൽ സൈക്കിളും കൊഞ്ഞണം കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വരും, നമ്മളടുത്ത് നിർത്തും, ഞങ്ങളെ കൊഞ്ഞണം കുത്തും ഓടും. താടാറുണ്ട് ഒരുത്തി അവിടത്തെ നിത്തല്ലേ മക്കളല്ലേ എന്തൊക്കെ പറഞ്ഞ് അവനെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. ഞാൻ പീസ് ഔട്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് മിന്നായം പോലെ പീസ് ഔട്ട് കാണിച്ചിട്ട് അവളെ വീണ്ടും സൈക്കിളിൽ പിടിച്ചു, ഓൻ സൈക്കിളിൽ പിടിച്ചു. രണ്ടുപേരും സൈക്കിളിൽ കിടന്ന് അടിയും പിടിയും വഴക്കും ബഹളവും. ഞാനാണെങ്കിൽ അങ്ങോട്ട് നോക്കിയപ്പോൾ കുറേ നിന്ന് ഫുട്ബോൾ കളിക്കുന്നത്. അവസാനം ഞാൻ അവരെ നോക്കിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെ നോക്കാതിരിക്കുന്നത് നല്ലത്. കഠിനമായ വെയിൽ കാരണം ബാപ്പി 5 മണിക്കേ വന്ന് വിളിച്ചിട്ട് പോയി. പോണതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ റോഡിൽ നിറയെ ഹമ്പ് കാരണം ഞങ്ങൾ പൊങ്ങിയും താന്നും പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ എങ്ങനെ കുലുങ്ങി പറഞ്ഞാണ് എത്തിയത്. പിന്നെ പോണ വഴിക്ക് റോഡിൽ കൂടെ പോണ എല്ലാവരെയും വീഡിയോ എടുത്ത് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ എല്ലാ വണ്ടികളും ഞാൻ വിടാതെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ക്യാമറ ഓണാക്കിയിരിക്കുന്ന സമയത്ത് വണ്ടികളൊന്നും വരില്ല. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ ഭാഗം ഞണ്ട് കറി. ഞാൻ ഞണ്ടെടുത്ത് കടിച്ച് തിന്നുകൊണ്ട്. പിന്നെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ തിന്നണ കാരണം എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. തിന്നണ തിരക്കിലായിപ്പോയി. തിന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെന്നിട്ട് ഉറങ്ങുകയും ചെയ്തു. ഇനി വ്ളോഗിൻ്റെ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.